അല്ല തുരപ്പം വാസു, നീ അങ്ങോട്ട് ഈ ഫാൻസി ഡ്രസ്സില്? നീയോ? നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ ഇന്ന് രാത്രി അംബേദ്കർ കോളനിയിലെ വിജയൻ ഡോക്ടറുടെ വീട്ടിൽ കയറേണ്ട പ്ലാനിലാ. ഇന്ന് ഡോക്ടർക്കും ഭാര്യയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. എന്റെ പൊന്നു വാസു, നീ വെറുതെ അവിടെ കയറിയിട്ട് തല്ല് വാങ്ങിക്കൂട്ടണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്ലാനും റൂട്ട് മാപ്പും ഒക്കെ സെറ്റ് ആക്കിയിട്ട് കയറാൻ നോക്കിയതാ. പക്ഷെ പണിപാളി. കള്ളൻ കോളനി കയറിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതോ ഗൾഫിലുള്ള തോമസാ. അതാ അവസ്ഥ. അതെങ്ങനെടോ? അവരൊക്കെ ജ്വാല പത്തനംതിട്ടയുടെ അതിനൂതന സാങ്കേതിക വിദ്യയുടെ നിർവചിക്കാനാവാത്ത പരിരക്ഷകൾ നൽകുന്ന ജ്വാലയുടെ ഹൈ സെക്യൂരിറ്റി സിസ്റ്റങ്ങളാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജ്വാല പത്തനംതിട്ടയുടെ ഹൈ സെക്യൂരിറ്റി സിസ്റ്റോ? അതെന്താ? നീ ഇവിടെ ഇരിക്കെ, ഞാൻ പറഞ്ഞുതരാം. അതോ ജ്വാല പത്തനംതിട്ടയുടെ ഹൈ സെക്യൂരിറ്റി സിസ്റ്റത്തിലൂടെ CCTV HD ദൃശ്യങ്ങളും സെൻസർ സിസ്റ്റങ്ങളും ഉടമസ്ഥന്റെ വിരൽത്തുമ്പിൽ സെക്കൻഡിനുള്ളിൽ തന്നെ എത്തും. അതും അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാ ചെയ്യുന്നതോ ജ്വാല പത്തനംതിട്ടയും. ഓ, നീ പറഞ്ഞു നന്നായി. എന്നാ പിന്നെ ചെറിയ ഏതെങ്കിലും വീട് നോക്കി കയറാം. അവരുടെ അടുത്ത് ഇതൊന്നും സെറ്റ് ചെയ്യാനുള്ള കാശുണ്ടാവില്ലല്ലോ. എന്റെ പൊന്നെ, ജ്വാല പത്തനംതിട്ടയുടെ ഹൈ സെക്യൂരിറ്റി സിസ്റ്റം സെറ്റ് ചെയ്യാൻ അത്ര വലിയ കാശൊന്നും ആവില്ല. ആർക്ക് വേണമെങ്കിലും ചെറിയ ചിലവിൽ ഇത് സെറ്റ് ചെയ്യാം. അതാണ് ജ്വാല പത്തനംതിട്ട. എന്റെ പൊന്നു ജ്വാലേ, നീ വല്ലാത്തൊരു ചെയ്ത ഈ പാവം കള്ളന്മാരോട് ചെയ്ത്. എന്ത് ചെയ്യാനാ? ഈ ജ്വാല പത്തനംതിട്ട എന്ന് പറഞ്ഞ ജനങ്ങൾക്കെല്ലാം ദൃഢമായിട്ടുള്ള വിശ്വാസം. അതല്ലേ എല്ലാം.